സാധാരണ മനുഷ്യനിൽ നിന്നും ക്രിസ്ത്യാനിയുടെ നില വ്യത്യാസപ്പെടുത്തിയ കൃപയാലുള്ള രക്ഷ ദൈവകരുണയെ വെളിവാക്കുന്ന ദൈവപ്രവൃത്തിയാണ്. ദൈവസ്വഭാവത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നും നമ്മുടെ സ്വഭാവത്തിൻ്റെ പോരായ്മയിലേക്ക് അവിടുത്തെ കരുണ സമൃദ്ധമായി ഒഴുകുന്നു. കരുണയും സ്നേഹവും കൃപയും നിറഞ്ഞ ദൈവം പാപമരണത്തിൽ ഉൾപ്പെട്ടിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇതാകുന്നു ദൈവത്തിൻ്റെ രക്ഷാദാനം. ദൈവസ്വഭാവത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യമായി ഒഴുകിയത് കരുണയാണ്. പാപത്തിൻ്റെ ശിക്ഷാവിധിയായ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന നമ്മോട് ക്ഷമിച്ച് വിധി അസ്ഥിരപ്പെടുത്തിയതാണ് ദൈവകരുണയുടെ സമ്പത്തെന്ന് എഫേസ്യർ 2:4-7 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവനീതിയുടെ ഈ മാർഗം സ്നേഹത്തിൻ്റേതായിരുന്നു. യോഗ്യതയില്ലാതിരുന്ന നമുക്ക് നൽകിയ ഈ സ്നേഹത്തെ അപ്പോസ്തലൻ മഹാസ്നേഹമെന്ന് വിളിക്കുന്നു. പക്ഷേ യഥാർത്ഥമായി ഇത് അനുഭവിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വകയും വിശുദ്ധരും ആയിത്തീർന്നവരാണ്. മറ്റുള്ളവർക്കിതൊരു അറിവ് മാത്രമാണ്, അല്ലാതെ അനുഭവമായിട്ടില്ല. അതോടൊപ്പം നമുക്ക് ലഭിച്ച അനർഹമായ ദൈവപ്രീതിയാണ് കൃപ. നിയമം ലംഘിച്ചാൽ ശിക്ഷയാണ് ഉണ്ടാവുക, അതനുസരിക്കുമ്പോൾ രക്ഷയും. എന്നാൽ പിതാവ് പുത്രനിലൂടെ ചെയ്തത് ന്യായപ്രമാണമെന്ന നിയമം പാലിക്കുവാൻ സാധിക്കാതിരുന്നവർക്കും തിന്മ മൂലം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്ന് വിശ്വാസമില്ലാതെ ജീവിച്ച ജാതികളെയും ശിക്ഷിക്കുകയല്ല, മറിച്ച് പാപികളായ മനുഷ്യനെ തൻ്റെ കൃപയാൽ ചേർത്തുകൊണ്ട് ദൈവബന്ധത്തിൽ സ്ഥിരപ്പെടുത്തി. അതാണ് സ്നേഹവാനായ ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച നീതി. ഈ നീതിയുടെ പൂർണ്ണത നമ്മെ ദൈവകൃപയിൽ വളർത്തി ദൈവത്തിൻ്റെ രക്ഷാദാനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വാഭാവിക കൊമ്പുകൾക്ക് പകരമായി കാട്ടൊലിവായ നമ്മെ മുറിച്ചെടുത്തൊട്ടിച്ചു ചേർത്തത് അവിടുത്തെ മഹാസ്നേഹവും കരുണയുമാണ്. ശേഷം പാപികളായ നമ്മെ അവനിൽ സ്ഥിരപ്പെടുത്തിയത് അവിടുത്തെ നീതിയും കൃപയുമാണ്. പാപമരണത്തിൽ ഉൾപ്പെട്ടിരുന്ന നമ്മെ ദൈവത്തിൻ്റെ രക്ഷാദാനത്തിലേക്കാണ് വളർത്തിയിരിക്കുന്നത്. അത് ലഭിക്കാതെ പോകാതിരിക്കാനോ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും സദാ അവിടുത്തോട് സഹവാസത്തിലായിരിക്കുവാൻ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.